നമസ്കാരം. ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. തിരുവനന്തപുരം സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന ആദ്യത്തെ പൊതുപരിപാടി നമ്മുടെ 2025-27 വർഷ കാലയളവിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന ആദ്യത്തെ പൊതുപരിപാടിയാണ് ഈ സെമിനാർ. ഈ സെമിനാറിലേക്ക് സ്വാഗതം ആശംസിക്കുന്നതിലേക്കായി KPOE തിരുവനന്തപുരം സിറ്റി ജില്ലാ സെക്രട്ടറി ശ്രീ AN സജീറിനെ ക്ഷണിക്കുന്നു. അതിനു മുന്നായി ഒരു കാര്യം അറിയിക്കാനുണ്ട്. നമ്മുടെ ഇന്ന് രാവിലെ ആകസ്മികമായി നമ്മുടെ സേനയിലുള്ള തിരുവനന്തപുരം സിറ്റിയിലെ PTCയിൽ ജോലി ചെയ്യുന്ന ഒരു ASI ശ്രീ സജികുമാർ, അദ്ദേഹത്തിന് അസുഖം കാരണം മരണപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ആശുപത്രിയിലും മറ്റും പോയതിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇവിടെ അദ്ദേഹത്തിന് ആദരവ് കൊടുക്കുകയുണ്ടായി, ആദരാഞ്ജലി അർപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഈ പരിപാടിയിൽ, ഈ പോലീസ് അസോസിയേഷൻ്റെ ഈ സെമിനാറിനോടനുബന്ധിച്ചുള്ള ഈ പരിപാടിയിൽ അദ്ദേഹത്തിന് ഒരു അനുസ്മരണം രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് തുടങ്ങേണ്ടതുണ്ട്. അതിനായി എല്ലാവരും ഒരു നിമിഷം എണീറ്റ് നിൽക്കാൻ അഭ്യർത്ഥിക്കുന്നു. ഈ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുന്നതിനായി KPOE തിരുവനന്തപുരം സിറ്റി ജില്ലാ സെക്രട്ടറി ശ്രീ AN സജീറിനെ ക്ഷണിക്കുന്നു. അധ്യക്ഷൻ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ തിരുവനന്തപുരം സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആസാദ് ചന്ദ്രശേഖർ IPS അവர்கள், ബഹുമാന്യായ DIG ശ്രീമതി അജിത ബേഗം IPS അവர்கள், DIG തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുമായ ശ്രീ തോംസൺ ജോസ് IPS അവர்கள், വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, ഇവിടെ സൂചിപ്പിച്ചു കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ 2025-27 വർഷക്കാലത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിയുടെ ആദ്യ പരിപാടിയാണ് ഇന്ന് നടത്തുന്നത്. കേരള പോലീസ് നാളെയുടെ നാൾവഴികൾ. നാളെ പോലീസ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഇന്ന് തന്നെ നമ്മൾ കണക്ക് കൂട്ടണം എന്നുള്ളതാണ് ഈ പരിപാടി കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോക സാഹചര്യം നമുക്കറിയാം. അത് സാങ്കേതിക വിദ്യയിലുണ്ട്, മനുഷ്യ മനസ്സുകളിലുണ്ട്, മറ്റെല്ലാ കാര്യങ്ങളിലും. നമ്മൾ ഇന്നലെ കണ്ട സങ്കല്പങ്ങൾ ഇന്നത്തെ യാഥാർത്ഥ്യങ്ങളാണ്, ഇന്നത്തെ സങ്കല്പങ്ങൾ നാളെയുടെ യാഥാർത്ഥ്യങ്ങൾ. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത്, എല്ലാത്തരം വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് കേരളത്തിലെ പോലീസിന്റെ, എല്ലാ സ്ഥലത്തെയും പോലീസിന്റെ കടമയാണ്, ഉത്തരവാദിത്തമാണ്. അത് ഇന്നേ കണ്ടുകൊണ്ട് നാളെയിലേക്കുള്ള വഴി തുറക്കുക എന്നുള്ളതാണ് ഈ സെമിനാർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്നിവിടെ 2 മണിക്കൂർ 5 വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ഇതെല്ലാം പൂർണ്ണമാകും എന്നുള്ള ബോധവും ഞങ്ങൾക്കില്ല. ഇന്ന് ഇതൊരു തുടക്കമാണ്. ആ തുടക്കത്തിൽ ഊന്നിക്കൊണ്ട് നാളെയിലേക്ക് പോലീസ് സംഘടനകൾ, ഡിപ്പാർട്ട്മെന്റ്, സർക്കാർ ഒക്കെ തന്നെയും ചേർന്നുകൊണ്ട് കേരള പോലീസിന്റെ നവീകരണ ശ്രമങ്ങൾക്ക് ആക്കം കൂട്ടുമെന്ന് ഈ പരിപാടിയോടുകൂടി ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഇവിടെ 5 വിഷയങ്ങളാണ് നമ്മളിന്ന് ചർച്ചയ്ക്ക് വെച്ചിട്ടുള്ളത്. ഒന്ന്, ബഹുമാന്യായ DIG മാഡം സോഷ്യൽ പോലീസിംഗിന്റെ നോഡൽ ഓഫീസറാണ് സംസ്ഥാനത്തെ. മാഡം കൈകാര്യം ചെയ്യുന്നത് സമൂഹത്തെ അറിഞ്ഞ് സമൂഹത്തോടൊപ്പം എന്നുള്ളതാണ്. ലോകത്തൊരിടത്തും തന്നെ സമൂഹത്തോട് ചേർന്നുകൊണ്ടല്ലാതെ പോലീസിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെന്ന് എല്ലാ പോലീസ് സേനകളും മനസ്സിലാക്കി കഴിഞ്ഞു. നമ്മളും അത് മനസ്സിലാക്കി കഴിഞ്ഞു. വളരെ കാലം മുമ്പേ തന്നെ കേരള പോലീസ് അസോസിയേഷന്റെ പോലീസ് ജനങ്ങളാണ്, ജനങ്ങൾ പോലീസാണ് എന്നുള്ള ആപ്തവാക്യം ഉയർത്തിക്കൊണ്ട് പോലീസ് പൊതുജന സൗഹൃദ സദസ് 2010 തന്നെ സംഘടിപ്പിക്കുകയും അതിന്റെ ചുവട് പിടിച്ച് കേരളത്തിൽ കമ്മ്യൂണിറ്റി പോലീസിംഗ് നടപ്പിലാക്കുകയും ചെയ്തു. അത് വളരെ ശക്തമായി നടന്നു വരികയാണ് കേരളത്തിലെമ്പാടും. അന്ന് ജനമൈത്രി പോലീസ് മാത്രമായിരുന്നുവെങ്കിൽ SPC അടക്കം, ജനമൈത്രി അടക്കം, കടലോര ജാഗ്രതാ സമിതി അടക്കം, അങ്ങനെ നിരവധിയായ സമൂഹ കേന്ദ്രീകൃതമായ കാര്യങ്ങളാണ് സോഷ്യൽ പോലീസിന്റെ ഭാഗമായി നടന്നു വരുന്നത്. 2021 അത് സോഷ്യൽ പോലീസ്, സമൂഹവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പോലീസിന്റെ എല്ലാ വിഭാഗങ്ങളെയും ചേർന്നുകൊണ്ട് സോഷ്യൽ പോലീസിംഗ് സംവിധാനം തന്നെ കേരള പോലീസിന്റെ ഒരു ഭാഗമായി ആരംഭിച്ചു. അത് കേരളത്തിലെ പോലീസും ജനങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തിയെന്ന്
ആരൊക്കെ നിഷേധിച്ചാലും ഒരു സത്യമാണ്. അടുത്ത ഞാൻ കൂടുതൽ ഓരോ കാര്യങ്ങളെ കുറിച്ചും പറയുന്നില്ല. അടുത്ത നമ്മുടെ പ്രിയങ്കരനായ DIG സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീ തോംസൺ ജോസാദ് കൈകാര്യം ചെയ്യുന്ന വിഷയം യഥാർത്ഥത്തിൽ പ്രൊഫഷണലിസമാണ്. നമ്മൾ പക്ഷെ അതിന് പേരിട്ടിട്ടുള്ളത് തൊഴിൽ വൈദഗ്ധ്യവും പശ്ചാത്തല സൗകര്യ വികസനവും മികവിന്റെ അടിസ്ഥാന ശിലകൾ എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മളുടെ മികവ് പുലർത്തുമ്പോൾ മാത്രമേ, നമ്മുടെ അറിവുകളും കഴിവുകളും വർദ്ധിപ്പിക്കുമ്പോൾ മാത്രമേ പോലീസ് പ്രൊഫഷണൽ ആകൂ എന്നുള്ള കാഴ്ചപ്പാട് കേരളത്തിലെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഉണ്ടാകണം. അതുപോലെ തന്നെ മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ, വാഹനങ്ങളടക്കം കെട്ടിടങ്ങളടക്കം മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളടക്കം കേരളത്തിലെ പോലീസ് ഉണ്ടാവുകയും അതിലൂടെ മുന്നോട്ട് പോവുകയും മികവ് തെളിയിക്കാനാവുകയും ചെയ്യണം എന്നുള്ളതാണ് ആ കാഴ്ചപ്പാടിലൂടെ നമ്മൾ കാണുന്നത്. ബഹുമാന്യയായ AIG പേഴ്സണൽ ഉടനെ എത്തിച്ചേരും. മേഡം കൈകാര്യം ചെയ്യുന്നത് നമ്മൾ എല്ലാ കാര്യങ്ങളും അടിസ്ഥാന സൗകര്യ വികസനമൊക്കെ പറയുമ്പോൾ തന്നെ, തൊഴിൽ വൈദഗ്ധ്യം പറയുമ്പോൾ തന്നെ നമ്മുടെ ആരോഗ്യം, പോലീസ് ഉദ്യോഗസ്ഥരുടെ ആരോഗ്യം, വ്യക്തി മികവ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ സ്ട്രെസ് ഇല്ലാതെ മാത്രമേ ഒരു പോലീസ് സമൂഹത്തിന് മികച്ച പോലീസിംഗ് നൽകാൻ കഴിയൂ എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. അത്തരം കാര്യങ്ങളിൽ മെച്ചപ്പെട്ട ഒരു പോലീസ് സംവിധാനം, ഓരോ വ്യക്തികളും മികവുറ്റവരാകുക എന്നുള്ള ഒരു കാര്യം കണ്ടുകൊണ്ടാണ് ഈ വിഷയം, വ്യക്തി ആരോഗ്യം, വ്യക്തിത്വ വികസനം, മാനസികാരോഗ്യം തുടങ്ങിയ വിഷയങ്ങൾ മാഡം കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്ന ബഹുമാനായ സൈബർ ഓപ്പറേഷൻസ് SP അങ്കിത് അശോകൻ സാർ കൈകാര്യം ചെയ്യുന്നത് സാങ്കേതിക വിദ്യയാണ്. നമുക്കറിയാം, അമേരിക്കയിലൊക്കെ തന്നെ ഈ കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ ഫേസ് റെക്കഗ്നേഷൻ ഉള്ള ക്യാമറകൾ ഉപയോഗിച്ചിരുന്നു. പക്ഷെ അതിന്റെ ഒരു നൈതികത ശരിയല്ല എന്നുള്ളത് കൊണ്ട് അവിടെ അത് നിരോധിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നൈതികത നിലനിർത്തിക്കൊണ്ട് ഈ കുറ്റവാളികളെങ്കിലും ഇവരാണോ എന്ന് അറിയത്തക്ക രീതിയിൽ അത്തരം കാര്യങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കേരള പോലീസിനെ മുന്നോട്ട് നയിക്കുന്ന ഒരു കാലം ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതുപോലെ കേരളത്തിലെ പോലീസ് സംഘടനകൾ ക്ഷേമ യാത്രയിലെ വഴിവിളക്കുകൾ എന്നുള്ളതാണ് നമ്മൾ അടുത്ത് നൽകിയിരിക്കുന്ന വിഷയം. അത് കൈകാര്യം ചെയ്യുന്നത് ബഹുമാന്യനായ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് R പ്രശാന്ത് സാറാണ്. നമുക്കറിയാം, ഇന്ന് വരെ 1980 ശേഷം കേരളത്തിലെ പോലീസ് നേടിയിട്ടുള്ള നേട്ടങ്ങളുടെ എല്ലാം പിന്നിൽ ഒരു ചാലക ശക്തിയായി കേരളത്തിലെ പോലീസ് സംഘടനകൾ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമുക്കെല്ലാം അറിയാം. ഏറ്റവും അടുത്ത കാലത്ത് തന്നെ പറഞ്ഞാൽ, ചൂരൽമലയിൽ നമ്മുടെ ഒരു ദുരന്തമുണ്ടായി വയനാടിൽ 1 വർഷം മുൻപ്. ഒരുപാട് ജീവനുകൾ പൊലിയപ്പെട്ടു, ഒരുപാട് വീടുകൾ തകർക്കപ്പെട്ടു. അതിൽ 3 പോലീസ് ഉദ്യോഗസ്ഥരുടെ, വയനാട് കോഴിക്കോട് ജില്ലകളിലെ 3 പോലീസ് ഉദ്യോഗസ്ഥരുടെ വീടുകളും കുടുംബങ്ങളും നഷ്ടപ്പെട്ടവരുണ്ടായിരുന്നു. ഇന്ന് 1 വർഷം പൂർത്തിയാകുമ്പോൾ കേരളത്തിലെ സർക്കാർ പോലും ടൗൺഷിപ്പിന് അടിത്തറയിടുമ്പോൾ, ചില സംഘടനകൾ അവിടെ വീട് വയ്ക്കാൻ പിരിച്ച പൈസ എവിടെയും അന്വേഷിച്ച് നടക്കുമ്പോൾ, കേരളത്തിലെ പോലീസ് സംഘടനകളുടെ രൂപം നൽകിയ കേരളത്തിലെ ഹൗസിംഗ് സഹകരണ സംഘം ആ 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് വസ്തു വാങ്ങി നൽകുകയും കേരളത്തിലെ പോലീസ് അസോസിയേഷൻ 3 പേർക്കും വീട് വെച്ച് നൽകിക്കൊണ്ട് 1 വർഷം പൂർത്തിയാകുമ്പോൾ തന്നെ അവർ ആ വീടുകളിൽ താമസിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ എന്തുമാത്രം മികച്ച കാര്യങ്ങൾ. അത് പറഞ്ഞപ്പോഴാണ് അജിത മേഡം ഇടയ്ക്ക് നമ്മൾ കഴിച്ച സംസ്ഥാന സമ്മേളനത്തിൽ പറഞ്ഞതാണ്, കേരളത്തിലേക്ക് വരുമ്പോൾ അവിടെ ഭീകരമായ ഒരു സംഭവമുണ്ട്, പോലീസ് സംഘടനകൾ എന്നുള്ളതാണെന്നാണ് മേഡം ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ എല്ലാ IPS കാരെയും പറഞ്ഞു വിടുന്നത് എന്നുള്ളത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ മേഡം കണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ കുടുംബ സഹായം നൽകുന്നു, ചികിത്സാ സഹായം നൽകുന്നു, വീട് വെച്ച് നൽകുന്നു, പൊതുജനങ്ങളുമായി ഇന്ററാക്ഷൻ നടത്തുന്നു. അങ്ങനെയുള്ള പോലീസ് സംഘടനയാണ് മേഡം ഇവിടെ വന്നപ്പോൾ കണ്ടത്. അത് തന്നെ നമുക്ക് കിട്ടിയ ഒരു വലിയ അംഗീകാരമാണ്. പ്രിയമുള്ളവരെ, കൂടുതൽ സംസാരിച്ച് വളരെ സമയബന്ധിതമായി തീർക്കണം എന്ന് വിചാരിക്കുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സംസാരിച്ച് സമയം നീട്ടുന്നില്ല. ആദ്യമായി സ്വാഗതം പറയേണ്ടത് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ തിരുവനന്തപുരം സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ്. അദ്ദേഹം ഇന്ന് ആതിഥേയനാണ്, അതോടൊപ്പം തന്നെ അതിഥിയുമാണ്. അദ്ദേഹത്തിന് ഒരു ഡോക്ടറേറ്റ് ലഭിച്ചതിന്റെ അംഗീകാരവും അനുമോദനവും കൂടെ നമ്മൾ ഈ സെമിനാറിൽ വെച്ച് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരേ സമയം ആതിഥേയനുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ P സജീവകുമാറിനെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് ചിരിക്കുന്ന മുഖമുള്ള ഒരു DGPയെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. എപ്പോഴും നമുക്ക് നോക്കിയാൽ തന്നെ ഒരു പോസിറ്റീവ് എനർജി സാറിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ എപ്പോഴും കിട്ടും. നമ്മുടെ ആര് ചെന്നാലും ചിരിക്കുന്ന ഒരു മുഖം ഒരു DGPയിൽ നിന്ന് കിട്ടുന്നത് വളരെ പ്രസാദകരമാണ്. അദ്ദേഹം നമ്മുടെ ഈ പരിപാടിയെ കുറിച്ച് പറയുമ്പോൾ
അദ്ദേഹം പറയാൻ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അന്ന് ഞങ്ങൾ കാണാൻ ചെല്ലുമ്പോൾ ടി.വിയിൽ സമരക്കാരും പോലീസുമായിട്ടുള്ള ഒരു സമര ഏറ്റുമുട്ടൽ നടക്കുകയാണ്. അപ്പോൾ അതിൽ പോലീസുകാർക്ക് തൊപ്പിയില്ല, ഹെൽമറ്റ് ഇല്ല, ബോഡി പ്രൊട്ടക്ടർ ഇല്ല. ഈ സമരക്കാർ പോലീസുകാരെ ഇടിക്കുന്ന ഒരു സാഹചര്യം ആ ടി.വിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സാറ് പറഞ്ഞു, എന്റെ പോലീസുകാർ ശ്രദ്ധിക്കണം, എന്റെ പോലീസുകാർ എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരുടെ തല്ലുകൊള്ളുന്നത്? അങ്ങനെ എന്റെ പോലീസുകാരെന്ന് ഈ കേരളത്തിലെ പോലീസുകാരെ കരുതലോടെ കാണുന്ന ഒരു DGP നമുക്കുണ്ട് എന്നുള്ളത് വളരെ അഭിമാനകരമാണ്, ആനന്ദകരമാണ്. അങ്ങനെ നമ്മളെല്ലാം ചേർത്ത് പിടിക്കുന്ന അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മൾ നാളെ കുറിച്ചാണ് പറയുന്നതെങ്കിലും ഇന്നത്തെ ചെറിയ കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാതെ പോകാൻ വയ്യ എന്നുള്ളതാണ്. നമ്മൾ പോലീസ് ഇന്റഗ്രേഷൻ നടത്തുമ്പോൾ പറഞ്ഞിരുന്ന ഒരു കാര്യം, വീഡിയോ കോൺഫറൻസിംഗ് വഴി ജോലിഭാരം ലഘൂകരിക്കും. അങ്ങനെ AR ക്യാമ്പിലുണ്ടായിരുന്ന പോലീസുകാരെയൊക്കെ മറ്റു ജോലികൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. വർഷം 10-15 കഴിഞ്ഞിട്ടും ഇന്നും ലക്ഷക്കണക്കിന് രൂപ മുടക്കിക്കൊണ്ട് പ്രതികളെയും കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ബസ്സിലും ട്രെയിനിലും കയറി ഇറങ്ങി നടക്കുകയാണ്. സർക്കാരിന്റെ ഒരുപാട് പൈസയാണ് ഇത്തരത്തിൽ ദിവസം തോറും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ പൈസ വെറുതെ നഷ്ടപ്പെടാതെ വീഡിയോ കോൺഫറൻസ്, അങ്ങ് സംസ്ഥാന പോലീസ് മേധാവിയായിരിക്കുന്ന കാലഘട്ടം കൊണ്ട് വീഡിയോ കോൺഫറൻസിംഗ് പൂർണ്ണമായും നടപ്പിലാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന കാര്യങ്ങളൊക്കെ പറയാൻ ഒരു ജില്ലാ കമ്മിറ്റി എന്നുള്ള നിലയിൽ പരിമിതികൾ ഉള്ളതുകൊണ്ട്, അത് സംസ്ഥാന നേതാക്കൾ ഉള്ളതുകൊണ്ട് ചെറിയ ജില്ലയിലെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം AR ക്യാമ്പാണ്. AR ക്യാമ്പിൽ നിരവധിയായ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. CPC ഉണ്ട്, MD വിങ് ഉണ്ട്, ഹോസ്പിറ്റലുണ്ട്, അങ്ങനെ നിരവധിയായ സ്ഥാപനങ്ങൾ. ആ സ്ഥാപനത്തിലേക്കുള്ള, അതിനകത്തേക്കുള്ള റോഡ്, അതിപ്പോ ഒരു സങ്കല്പം മാത്രമാണ്. റോഡ് എന്ന് പറയുന്നത് അവിടെ ഇല്ല. ആ റോഡൊന്ന് പുനർനിർമ്മിക്കുന്നതിനുള്ള ഒരു ശ്രമം സാറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി. അതുപോലെ തന്നെ നമ്മുടെ മുഖം എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റിനോട് ചേർന്ന് നിൽക്കുന്ന കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷൻ, കൺട്രോൾ റൂം, വനിതാ പോലീസ് സ്റ്റേഷൻ, കണ്ടോൺമെന്റ് കൺട്രോൾ റൂം, AC ഓഫീസുകൾ, അങ്ങനെ നിരവധിയായ സ്ഥാപനങ്ങളാണ് സ്ഥലപരിമിതിയാൽ നമ്മുടെ സെക്രട്ടേറിയറ്റിന് തൊട്ടടുത്ത് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ബഹുനിലകളുള്ള ഒരു പോലീസ് കോംപ്ലക്സ് നിർമ്മിച്ചുകൊണ്ട് അവിടുത്തെ സ്ഥലപരിമിതിയെ മറികടക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാകണമെന്ന് കൂടി വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഓണക്കാലമാണ് വരുന്നത്. ഓണം ഏറ്റവും കൂടുതൽ സർക്കാർ തലത്തിൽ തന്നെ ആഘോഷിക്കപ്പെടുന്ന സ്ഥലമാണ് തിരുവനന്തപുരം. അപ്പോ തിരുവനന്തപുരത്തെ പോലീസുകാർ വളരെയധികം ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ. അത് മറികടക്കുന്നതിന് വേണ്ടി ഈ ഓണക്കാലത്ത് 2 ബറ്റാലിയൻ പോലീസിനെ, അതുപോലെ സ്ഥിരമായി ഇവിടെ തലസ്ഥാന നഗരികൾ എന്നുള്ള നിലയിലുള്ള ഡ്യൂട്ടി ഭാരം മറികടക്കുന്നതിന് വേണ്ടി സ്ഥിരമായി 1 ബറ്റാലിയൻ പോലീസിനെയും ഈ ഓണക്കാലത്ത് 2 ബറ്റാലിയൻ പോലീസിനെയും തിരുവനന്തപുരത്തേക്ക് അനുവദിച്ചുകൊണ്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് കൂടി അങ്ങയോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഓണക്കാലത്ത് ഡ്യൂട്ടി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒരു ദിവസമെങ്കിലും ഇവിടെ ഓണം കാണാൻ വേണ്ടി വരുന്നവരെ സംരക്ഷിക്കുന്ന നമ്മൾക്ക് ഒരു ദിവസമെങ്കിലും ഓണം കാണാനുള്ള, കുടുംബത്തോട് ആഘോഷിക്കാനുള്ള, ഓണം കാണാനുള്ള ഒരു അവസരം കൂടെ അങ്ങയിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങളൊന്നും സംസാരിച്ചു പോകുന്നില്ല. ആദ്യം അദ്ദേഹത്തെ വിനയപൂർവ്വം ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നേരത്തെ പറഞ്ഞു, കേരളത്തിലെ സോഷ്യൽ പോലീസിന്റെ മുഴുവൻ മേൽനോട്ട ചുമതലയുള്ള പ്രിയപ്പെട്ട അജിത മാഡം നമ്മുടെ എന്ത് കാര്യത്തിനായാലും നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരാളാണ് മാഡം. മാഡത്തിനെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. തിരുവനന്തപുരം സിറ്റിയുടെ നാഥൻ, രക്ഷാകർത്താവ്, നമ്മുടെ DIG, നമ്മുടെ പ്രിയപ്പെട്ട കമ്മീഷണർ ശ്രീ തോംസൺ ജോസ് IPS അവരുടെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട AIG പേഴ്സണൽ ശ്രീമതി പൂങ്കുഴലി മാഡം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മാഡത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മാഡം എടുക്കുന്ന വിഷയം പോലീസുകാരുടെ ആരോഗ്യവും വ്യക്തിത്വ വികസനവും ഒക്കെയാണ്. പോലീസുകാരുടെ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് മാഡം. മാഡം അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കൂടി നടത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മാഡത്തെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട് ഈ സെഷൻ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സൈബർ ഓപ്പറേഷൻസ് SP ശ്രീ അങ്കിത് അശോക് സാർ അല്പം വൈകിയായാലും എത്തിച്ചേരുമെന്നാണ്, വേറൊരു മീറ്റിംഗ് ഉണ്ട്, വൈകിയായാലും എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. സാറിനെയും അസാന്നിധ്യത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു,
കേരളത്തിലെ പോലീസ് സംഘടനകൾ ക്ഷേമയാത്രയിലെ, ഇതിൽ ക്ഷേമമണി എന്നാണ്, ക്ഷേമയാത്രയിലെ വഴിവിളക്കുകൾ എന്ന വിഷയം കൈകാര്യം ചെയ്യുന്ന കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ആർ പ്രശാന്ത് സാറിനെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ ഡി കെ പൃഥ്വിരാജ് സാർ കേരള പോലീസ് സീനിയർ ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്, വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തെയും അസാന്നിധ്യത്തിലും സ്വാഗതം ചെയ്യുന്നു. കേരള പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ എ സുധീർ ഖാൻ സന്നിഹിതരാണ്, അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ വി ചന്ദ്രശേഖർ സാർ ഈ വേദിയിലുണ്ട്, സദസ്സിലാണ് ഇരിക്കുന്നത്. അദ്ദേഹത്തെ വേദിയിലേക്കും ഈ സദസ്സിലേക്കും ഒക്കെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. കേരള പോലീസ് സീനിയർ ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ശ്രീ വിനുകുമാർ സാർ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ തിരുവനന്തപുരം റൂറൽ ജില്ലാ സെക്രട്ടറി ശ്രീ ആർ കെ ജോർജ് ഈ വേദിയിലുണ്ട്, അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിറ്റിന്റെ പ്രസിഡന്റ് ശ്രീ സുൽഫിക്കർ എത്തിയിട്ടുണ്ട്, അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്, കടന്നിരിക്കാൻ അഭ്യർത്ഥിക്കുന്നു. കേരള പോലീസ് അസോസിയേഷൻ തിരുവനന്തപുരം സിറ്റി ജില്ലാ സെക്രട്ടറി ശ്രീ എസ് രതീഷ്, അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സെമിനാർ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ അന്ന് എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ പോലീസ് സേനാംഗങ്ങളെയും ഞങ്ങളുടെ അഭ്യുദയകാംക്ഷികളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവി ശ്രീ രവാഡ ആസാദ് ചന്ദ്രശേഖർ IPS അവരുടെ, ബഹുമാനപ്പെട്ട തിരുവനന്തപുരം റേഞ്ച് DIG ശ്രീമതി അജിത ബീഗം IPS അവരുടെ, ബഹുമാനപ്പെട്ട കമ്മീഷണർ പോലീസ് തിരുവനന്തപുരം സിറ്റി ശ്രീ തോമസൺ ജോസ് IPS അവരുടെ, ബഹുമാനപ്പെട്ട AIG പേഴ്സണൽ ശ്രീമതി ജി പൂങ്കുഴലി IPS അവരുടെ, ഇവിടെ എത്താമെന്ന് എത്തിയിട്ടുള്ള ശ്രീ അങ്കിത് അശോകൻ IPS അവരുടെ, APOA സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ആർ പ്രശാന്ത് അവരുടെ, ഈ വേദിയിലും സദസ്സിലുമുള്ള മറ്റ് പ്രമുഖരെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട പോലീസ് മേധാവിക്ക്, സംസ്ഥാന പോലീസ് മേധാവിക്ക് ഉടനെ തന്നെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എങ്കിലും അത്യാവശ്യം ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് വിരമിക്കാവുന്നതാണ്. നമ്മുടെ ഈ പോലീസ് സംഘടനകൾ എപ്പോഴും പോലീസിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് പ്രവർത്തിക്കാറുള്ളതെങ്കിലും ഇന്നത്തെ മാറുന്ന സാഹചര്യത്തിൽ സമൂഹത്തിൽ എങ്ങനെ ജോലി ചെയ്യണം, അതിനവരെ എങ്ങനെ പ്രാപ്തരാക്കണം എന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ പഠിപ്പിക്കുന്ന തരത്തിൽ ഉതകുന്ന ചർച്ചകളും സംവാദങ്ങളും ഉയർത്തിക്കൊണ്ടുവന്ന് അവരെ അതിന് പ്രാപ്തരാക്കുക എന്നുള്ള ഉദ്ദേശവും പോലീസ് സംഘടന ഏറ്റെടുത്തിട്ടുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ സെക്രട്ടറി പറഞ്ഞതുപോലെ നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സർവീസിലേക്ക് മരണപ്പെട്ട അദ്ദേഹത്തിന്റെ കുടുംബം ഒറ്റപ്പെട്ടു പോകരുത്, അനാഥമാകരുത് എന്ന് കണക്കാക്കിക്കൊണ്ട് തന്നെ കുടുംബ സഹായ നിധി ഉദ്ദേശം 7.5 ലക്ഷം രൂപ വീതം ഈ ജില്ലയിൽ നമ്മൾ ഓരോ കുടുംബത്തിനും നൽകുകയാണ്. അതുപോലെ തന്നെ അത്യാവശ്യം ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഒരു അസുഖം വന്നാൽ അല്ലെങ്കിൽ ഒരു അപകടം വന്നാൽ പെട്ടെന്നുള്ള ചിലവിലേക്കായി പണം അത്യാവശ്യമുണ്ടെങ്കിൽ കൈത്താങ് പോലുള്ള സംവിധാനങ്ങൾ വഴി സഹായം ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ ഈ മാറുന്ന കാലഘട്ടം നമുക്കറിയാം, നമ്മൾ ക്യാമറകൾക്കിടയിലും മൊബൈൽ ഫോൺ ക്യാമറകൾക്കിടയിലും CCTV ക്യാമറകൾക്കിടയിലും വിവരാവകാശത്തിനിടയിലും ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ്. ഈ മാറുന്ന സാഹചര്യത്തിൽ നമുക്ക് അന്തസ്സായി പണി കിട്ടാതെ ജോലി ചെയ്യണമെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ആ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ അങ്ങനെയുള്ള അവരെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടി സംഘടിപ്പിക്കുന്ന ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നതിന് നമ്മുടെ ബഹുമാനപ്പെട്ട പോലീസ് മേധാവിയെ ഞാനും സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവർ പോയി കാണുമ്പോൾ വളരെ ഹൃദ്യമായ ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായത്. നേരത്തെ സെക്രട്ടറി സൂചിപ്പിച്ചു. കാരണം ഒരു കുടുംബത്തിലെ കുടുംബനാഥൻ ആ കുടുംബാംഗങ്ങളെ എങ്ങനെ ചേർത്ത് നിർത്തി പ്രൊട്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവോ ആ രീതിയിലുള്ള ഒരു റെസ്പോൺസ് ആണ് അദ്ദേഹത്തിന്റെ ആ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെട്ടത്. കാരണം നേരത്തെ സെക്രട്ടറി പറഞ്ഞു, നിങ്ങൾ അതിക്രമം കാണിക്കുന്ന പൊതുജനങ്ങൾ, മര്യാദക്കേട് കാണിക്കുന്ന പൊതുജനങ്ങളോട് അല്ലെങ്കിൽ ഒരു മോബിനോട് അവരുടെ മുന്നിൽ നിൽക്കുമ്പോൾ
നിരായുധരായി നിന്ന് അടികൊള്ളരുത്. നിങ്ങൾ നിയമത്തിൽ അനുശാസിക്കുന്ന രീതിയിലുള്ള ബോഡി പ്രൊട്ടക്ടർ, ഷീൽഡ് തുടങ്ങിയ നമ്മുടെ ശരീരം സംരക്ഷിക്കുന്നതിന് ആവശ്യമായ എല്ലാ സന്നാഹങ്ങളോടും കൂടിയേ പൊതുജന മധ്യത്തിൽ ഇത്തരം ഡ്യൂട്ടികൾക്ക് പോകാവൂ. നിങ്ങൾ വെറുതെ ഇതിനടി കൊള്ളണം. ഒരു കുടുംബനാഥൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, തന്റെ കുടുംബാംഗങ്ങളെ ചേർത്ത് നിർത്തുന്ന രീതിയിലുള്ള പ്രതികരണം. അതുപോലെ അദ്ദേഹം പറയുകയാണ്, ഞാനിവിടെ വന്നതിന് ശേഷം കുറേ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള പരാതികളും മറ്റും കാണുകയുണ്ടായി. അതിൽ പ്രധാനമായും എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്, നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരാളെ, നിയമത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരാളെ നിങ്ങൾ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, നിയമപരമായി റെക്കോർഡിക്കലി നിങ്ങൾ ചെയ്തു തീർക്കേണ്ട കൃത്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തു തീർക്കണം. സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ ഏതെല്ലാം രജിസ്റ്ററിലാണോ അത് രേഖപ്പെടുത്തേണ്ടത്, ആ രജിസ്റ്ററിൽ രേഖപ്പെടുത്തുന്നതിൽ വീഴ്ച വരുന്നതിനാലാണ്, അല്ലെങ്കിൽ അശ്രദ്ധ ഉണ്ടാവുന്നതിനാലാണ് പിന്നീട് നിങ്ങൾക്ക് എൻക്വയറിയുടെ പുറകെ പോകേണ്ടി വരുന്നത്, അതിന്റെ പുറകെ പണിഷ്മെന്റ് വരുന്നത്. അപ്പോ നിങ്ങൾ നിയമത്തിൽ അനുശാസിക്കുന്ന രീതിയിൽ നിങ്ങൾ പെരുമാറിയാൽ നിങ്ങളെ സഹായിക്കാൻ, നിങ്ങളെ സംരക്ഷിക്കാൻ ഈ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും എന്നുള്ള ഒരു വാക്കാണ് അദ്ദേഹം ഞങ്ങൾക്ക് തന്നത്. അപ്പൊ അത്തരത്തിൽ വളരെ ഒരു നല്ല രീതിയിലുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഈ വേളയിൽ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം അദ്ദേഹത്തിന് മുന്നിൽ സൂചിപ്പിക്കട്ടെ. സാർ, ഈ തിരുവനന്തപുരം സിറ്റിയിൽ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ഒട്ടനവധി കാര്യങ്ങളുണ്ടെങ്കിലും ഒന്ന് രണ്ട് കാര്യം ഞാൻ ശ്രദ്ധപ്പെടുത്തട്ടെ. അതായത്, ഇവിടെ ജോലിഭാരം എന്ന് പറയുമ്പോൾ നമ്മുടെ സിറ്റിയിൽ കേസുകളുടെ എണ്ണം നമുക്ക് കൈകാര്യം ചെയ്യുന്നതിനപ്പുറം എത്രയോ വർദ്ധിച്ചിരിക്കുന്നു. എങ്കിലും പഴയ സാങ്ഷന്റെ സ്ട്രെങ്തിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ എങ്കിലും ആ സാങ്ഷന്റെ സ്ട്രെങ്ത് പോലും പല യൂണിറ്റുകളിലും കിട്ടാത്തത് കൊണ്ട് ഉള്ള ഉദ്യോഗസ്ഥർ ഒരുപാട് കഷ്ടപ്പെടുകയാണ് സാർ. ഉദാഹരണമായിട്ട് നമ്മുടെ ഈ PTCയിൽ തന്നെയുള്ള സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ, ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ 150 കേസുകൾ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു വസ്തുത ഞാൻ അങ്ങയുടെ മുന്നിൽ ബോധിപ്പിക്കുകയാണ്. ക്രൈംബ്രാഞ്ച് പോലുള്ള ഒരു യൂണിറ്റിൽ 150-ൽ പരം കേസുകൾ ഒരേ സമയം ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷിക്കുന്നുണ്ട്. ആ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ടെൻഷൻ, സ്ട്രെസ് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് സൈബർ പോലെയുള്ള കേസുകൾ, അതിന്റെ പ്രൈസ് ഓഫ് ഒക്കറൻസ് അല്ലെങ്കിൽ അത് അതിക്രമം ചെയ്തിരിക്കുന്നവർ ഉത്തരേന്ത്യയിലും പല സംസ്ഥാനങ്ങളിലുള്ളവർ, അവിടേക്ക് പോയി അന്വേഷിക്കാനൊക്കെ ഒത്തിരി സമയമെടുക്കുന്ന സാഹചര്യത്തിൽ വരും കാലങ്ങളിൽ ഈ വിഭാഗങ്ങളെല്ലാം ശക്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് പൊതുജനങ്ങൾക്ക് നീതി ഉറപ്പാക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അടിയന്തരമായ നടപടികൾ സ്വീകരിച്ച് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അങ്ങ് മുൻകൈയെടുക്കണം എന്നുള്ള എളിയ അഭ്യർത്ഥനയോടെ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം നടത്തുന്നതിലേക്കായി ഏറെ ആദരവോടെ ബഹുമാനപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവി ശ്രീ രവാഡ ആസാദ് ചന്ദ്രശേഖർ IPS അവരുടെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. Yoga Junction. The AG Trivandrum Range, City Trivandrum, AG President, Gedina, Sister, Dimula, Sabbath. It gives me immense pleasure to be part of this seminar on the subject of the Kerala Police Nalude Non-Medical. I congratulate the Kerala Police Officers Association Unit for organizing this meaningful event. I thank the association for organizing this timely initiative, which provides us with an opportunity to reflect on where we stand today and to chart a collective vision for the years ahead. കേരള പോലീസിന്റെ ചരിത്രം ധൈര്യത്തിന്റെയും സേവനത്തിന്റെയും ജനങ്ങളുടെ വിശ്വാസത്തിന്റെയും ചരിത്രമാണ്. Over the decades, we have
grown from being a traditional law enforcement agency to people's police force. Kerala Police has a very proud tradition of service, courage, and dedication. We have evolved from being a purely law enforcement agency into a multifaceted service organization that is deeply connected with the people. Today, we are not only tasked with maintaining law and order, but also ensuring public safety, cyber security, women and child protection, traffic management, disaster response, and community engagement. ഭാവിയിലെ കേരള പോലീസ് കുറിച്ച് ചിന്തിക്കുമ്പോഴും ചില പ്രധാന കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ വരുന്നുണ്ട്. However, the future before us is complex and challenging. The world is rapidly changing. Technology is advancing at an unprecedented speed. Crime is becoming increasingly transnational and digital. Society is more aware and more demanding of transparency, accountability, and human rights. To remain effective and relevant, the Kerala Police must adapt to these realities with vision and preparedness. I'm very sure this particular attempt of the association to work for the police force and to guide us and to shape us in this fashion is really commendable. The future of the Kerala Police should be built on a few key pillars. We are all aware the whole world is now technology driven. Now, hence, the first point I would like to emphasize is the technology driven policing, artificial intelligence, digital forensics, big data analysis എന്നിവയും ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനിലും പ്രിവെന്റീവ് പോലീസിംഗിലും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നതാണ്. രണ്ടാമത്തെ കാര്യം പീപ്പിൾ സെൻട്രിക് അപ്രോച്ച്. പോലീസിന്റെ മുഖം എപ്പോഴും ജനങ്ങളിലേക്കാണ് തിരിഞ്ഞിക്കേണ്ടതാണ്. റെസ്പെക്ട്, കമ്പാഷൻ ആൻഡ് ഫെയർനെസ് മസ്റ്റ് റിമെയിൻ ദി ഫൗണ്ടേഷൻ ഓഫ് അവർ സർവീസ്. മൂന്നാമത്തെ വിഷയം ചുരുക്കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് കപ്പാസിറ്റി ബിൽഡിംഗ് ആണ്. ഓരോ പോലീസുകാരും പുതിയ കാലഘട്ടത്തിലെ വെല്ലുവിളികളെ നേരിടാൻ കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രെയിനിങ്ങും സ്കിൽ ഡെവലപ്മെന്റും ആവശ്യമാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളത് കമ്മ്യൂണിറ്റി പാർട്ട്ണർഷിപ്പാണ്, which Kerala is already known for it. Policing cannot be effective in isolation. സമൂഹവുമായി എങ്ങനെ നമ്മൾ അവരുടെ സുരക്ഷയും സമാധാനവും ഉറപ്പാക്കാണെന്നാണ് കുറേയധികം ആശയവിനിമയം നടത്തേണ്ടത്. അഞ്ചാമത്തെ കാര്യം വെൽഫെയർ ഓഫ് അവർ ഫോഴ്സ്. പോലീസുകാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ക്ഷേമം ഭാവിയിലെ പോലീസിന്റെ ശക്തിയാണ്. Now, when we do the technology-driven policing with the people-centric approach, wherein the capacity building plays an important role and the community partnership plays an important role. When we ensure the well-being of the policemen and women, definitely our force will be getting ready to face the future challenges. I firmly believe that Kerala Police, the tradition of professionalism and commitment, is fully capable of leading by example in India. Together, we can transform challenges into opportunities and create a model of policing that is both modern and humane. Let this seminar be not just a platform for discussion, but a launchpad for action. I urge all the participants to share ideas openly, to think boldly, and to contribute towards shaping
a future-ready police service for Kerala. Dear colleagues, the Kerala police of tomorrow must be modern, technologically empowered, at the same time humane and compassionate. ജനങ്ങളുടെ വിശ്വാസം നേടുന്ന മാത്രമേ നമ്മുടെ പോലീസിംഗിന് യഥാർത്ഥ വിജയമാവുന്നതാണ്. I sincerely hope this seminar will bring forth new ideas, fresh perspectives, and bold recommendations. Let us together shape a vision of Kerala Police where Kerala Police becomes a model for entire nation. The deliberations held here today inspire us to set new benchmarks in policing excellence. I'm very sure my colleagues are going to deliberate and delve into a lot of topics which have a meaning for us and which are going to be the guiding light for us for the future. With these thoughts, I have great pleasure in inaugurating the seminar on the future of Kerala Police. Nandi, Namaskaram, Jai Hind. അസോസിയേഷൻ തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡന്റ് ശ്രീ സജീവ് കുമാർ സാർ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പോളിസി സ്റ്റഡീസിൽ ഒരു ഡോക്ടറേറ്റ് നേടിയ കാര്യം നേരത്തെ തന്നെ പറയാം. അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് പോലീസ് ചീഫിനെ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട പോലീസ് ചീഫിനുള്ള സ്നേഹോപഹാരം സമർപ്പിക്കുന്നതിന് ജില്ലാ പ്രസിഡന്റിനെയും ക്ഷണിക്കുന്നു. താങ്ക് യു സർ. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.